മത്സ്യത്തൊഴിലാളിയാണ് എന്റെ പിതാവ്. ശരിക്കും എന്റെ നാടിന്റെ യഥാർത്ഥ മുഖമാണ് ഇവിടെ കണ്ടത്. ഇന്ന് എനിക്ക് ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ, എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും പിങ്ങലുണ്ട്. കാരണം ഒരു കിടപ്പാടം നഷ്ടപ്പെട്ടൊരവസ്ഥ വളരെ വേദന നിറഞ്ഞതാണ്. എന്റെ അപ്പച്ചൻ കടലിനോട് മല്ലിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഭവനമാണ് എനിക്കുള്ളത്. ഇന്ന് എന്റെ അപ്പച്ചൻ ജീവനോടില്ല. എന്റെ അപ്പച്ചനും അമ്മച്ചി അന്തിയുറങ്ങുന്ന ആ ഇടവകയും ആ ഇടവക പരിസരമെല്ലാം ഇന്ന് ഈ വഖഫ് എന്ന നിയമത്തിന് മുന്നിൽ വേദനയോടുകൂടിയാണ് നിൽക്കുന്നത്. ഞാൻ എന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ശരിക്കും എനിക്കൊരു വേദന തന്നെയാണ്. കാരണം എന്റെ അപ്പച്ചനില്ലാത്തത് എത്രയോ ഭാഗ്യമെന്ന് ഞാൻ ഓർക്കാറുണ്ട്. കാരണം അവര് കഷ്ടപ്പെട്ട് ഒരുപാട് വേദനിച്ചുണ്ടാക്കിയ മണ്ണും ഭവനും എല്ലാം ഇന്ന് സ്വന്തമല്ല എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന വേദന ഒത്തിരി ഇതാണ്. കിടപ്പാടം നഷ്ടപ്പെട്ട ഒത്തിരി ജനങ്ങളുടെ കണ്ണീര് നമുക്ക് മുൻപത്ത് പോയാൽ കാണാം. എന്റെ ഇടവക പള്ളി ഇന്നൊരു സമരപ്പന്തലായി മാറിയിരിക്കാം. ജീവികളും ജീവന് വേണ്ടി അതിജീവനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന 610 കുടുംബങ്ങളെ നമുക്ക് അവിടെ കാണാം. ഒരുപാട് കഷ്ടപ്പെട്ട് കടലിനോട് മല്ലിട്ട് ഇത്തിരി വാരിയൊക്കെയാണ് അവിടുത്തെ ഓരോ ജനങ്ങളും തന്റെ ഭവനങ്ങളും കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും നെയ്തെടുക്കിയത്. പണ്ടുകാലത്ത് എന്റെ അപ്പം പറയുമായിരുന്നു, കടലെടുത്ത ഒരു പ്രദേശമായിരുന്നു ഞങ്ങളുടെ പ്രദേശം. ഈ അവര് വന്ന് താമസിച്ച് മണ്ണിട്ട് ആ ഭൂമിയെ തന്നെ ഒരു ജീവൻ വെപ്പിച്ചത് ഞങ്ങളുടെ പൂർവികരാണ്. അങ്ങനെ അവർ സ്വന്തമാക്കി അവര് പടുത്തുയർത്തി ആ നാടിനൊരു വികസനത്തിന്റെ വക്കിലെത്തിച്ചപ്പോൾ വഖഫ് എന്ന ഈ ഒരു നിയമം വന്നതോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് മുനമ്പത്തുള്ള ഓരോ മക്കളും. മക്കളെ കെട്ടിച്ചു വിടുവാനോ അതുപോലെ ഭാവിയിലോട്ടുള്ള മക്കളുടെ പഠനങ്ങൾ പോലും എല്ലാം മുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എന്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയുകയായിരുന്നു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, കയ്യിലൊന്നുമില്ല, കിടക്കുന്ന കിടപ്പാടം പോലും സ്വന്തമില്ലാത്തൊരവസ്ഥ. വളരെ വേദന നിറഞ്ഞത് തന്നെയാണ്. എന്താണ് മുന്നിലോട്ടെന്നുള്ളൊരു ഇതുപോലും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇതുപോലെ തന്നെയാണ് അവിടുത്തെ ഓരോ മനുഷ്യരുടെ അവസ്ഥ. എന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചേച്ചി, ഒരു വിധവയാണ്. അവർക്കൊരു വീട് പഞ്ചായത്തിൽ നിന്ന് പണിയുന്നതിനുള്ള എല്ലാ ഇതും കിട്ടിയിട്ട് പോലും അത് മുന്നോട്ട് ചെയ്യാനുള്ള ഇത് വഖഫ് എന്ന നിയമം തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഇതുപോലെ പലർക്കും പല ബുദ്ധിമുട്ടുകളാണ്. കുട്ടികളുടെ ഭാവി പഠനങ്ങള്, അതുപോലെ പലരുടെയും വിവാഹം നടക്കാതെ വരുന്നു. ഇങ്ങനെ ഒത്തിരി വിഷമിക്കുന്ന ഒരു ജനത്തെ നിങ്ങൾക്ക് മുനമ്പത്ത് ചെന്നാൽ കാണാൻ സാധിക്കും. അതിനാൽ ഈ നിയമത്തിനെതിരെ മുനമ്പത്തെ ജനങ്ങൾ മാത്രമല്ല പോരാണ്ടത്, നമ്മളെല്ലാവരും പോരാടണം.